സഹായിക്കണേ അമ്മ. അതാരപ്പാ? സംഗതി കറക്റ്റാ, അവനെ കൈയും കാലും ഇല്ല. അമ്മ 2 ദിവസമായിട്ട് പട്ടിണിയാണേ, ഒരെലിയെ പിടിച്ചു തരണേ, ഒരെലിയെ പിടിച്ചു തരണേ, പുണ്യം കിട്ടും. ആർക്ക്? എലിക്കോ? അമ്മ കൈയും കാലും ഇല്ലാത്ത ഈ പാവത്തിനെ കൈവിടല്ലേ അമ്മ. സൂത്ര, ഇവന് കണ്ണും കാണില്ല, തന്നെ ഇവൻ അമ്മാന്നാ വിളിക്കുന്നത്. ഹേയ്, അത് ഞങ്ങളുടെ ഒരു സ്റ്റൈലാ. അമ്മ എലിയുടെ കാര്യം മറക്കല്ലേ. പിന്നെ ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. കൈയും കാലുമുള്ള സാറന്മാർക്ക് എലിയെ ഓടിച്ചിട്ട് പിടിക്കാം, ഞങ്ങളെ പോലുള്ള പാവങ്ങളുടെ കാര്യമോ? അത് ശരിയാ സൂത്ര. അമ്മ സഹായിക്കണേ. ദേ പിന്നെ അതൊരു എലിയാ. കൈയും കാലുമില്ലാത്ത തനിക്ക് എലിയല്ലേ വേണ്ടത്? അമ്മ അതെ. ആ വരുന്നവനെ ഞങ്ങൾ പിടിച്ചു തരാം, താൻ ഒളിക്ക്. ശരി അമ്മ, വിശന്നിട്ട് വയ്യേ, ഒരാനയെ കാണിച്ചു തരണേ. ആനയോ? അമ്മ, ആനയെ തിന്നുന്ന എലിയോ? എനിക്ക് വേണ്ടേ. താൻ സ്ഥിരമായി ആനയാണോ തിന്നുന്നത്? തിന്നാനല്ല ചേട്ടാ, ഈ കൊട്ടത്തേങ്ങ എന്ന് ചവിട്ടി പൊട്ടിച്ചു തരാനാ. 2 ദിവസമായി ഇതും കൊണ്ട് നടക്കുന്നു. ഒരിക്കൽ സൂത്രൻ കാട്ടിലൂടെ നടക്കുമ്പോൾ. ഹലോ, എന്താ കണ്ണു കാണാൻ വയ്യേ? സോറി. എന്താ പ്രശ്നം? അങ്ങേരന്റെ മുതുകത്തിൽ ഇപ്പൊ ചവിട്ടിയാനെ. നമുക്കൊന്ന് കിടന്നുറങ്ങണ്ടായിരിക്കും. അത് ശരി, ഇവിടെ വന്ന് കിടന്നുറങ്ങാൻ ആര് പറഞ്ഞു? ഓഹോ, ഉടക്കാൻ തന്നെയാണല്ലോ. എന്താ, ഞങ്ങൾ ഇടപെടണോ? മൂപ്പരെ ഇങ്ങനെ തുടങ്ങിയാൽ ഇടപെടേണ്ടി വരും. എന്താ ഞങ്ങളുടെ ചങ്ങാതി എന്താ ചെയ്തതെന്ന്? ആരാ ഇവിടെ മുള്ളം പന്നിയെ തൊട്ട് കളിക്കുന്നത്? നിങ്ങൾ ഇങ്ങനെ സംഘം ചേർന്ന് ആക്രമിക്കാൻ ഞാനെന്ത് ചെയ്തു? ദേ ഇവൻ നമ്മളെ ചോദ്യം ചെയ്യുന്നു. സ്ഥലം വിടാം, അതാ ബുദ്ധി. ഉഷിരുണ്ടെങ്കിൽ നേരിട്ട് വേണം. അവന്മാരെ അങ്ങനെ വിട്ടാൽ പറ്റില്ല. പിന്നെ എങ്ങനെ വിടും? ഇവറ്റകൾക്ക് പേടിയുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ശബ്ദം. ഭയങ്കര ശബ്ദം കേട്ടാൽ സകലതും പുറത്തു ചാടും, ബോധം കെടുകയും ചെയ്യും. ഭയങ്കര ശബ്ദം എവിടെ നിന്ന് കിട്ടും? വാ, വഴിയുണ്ട്. ചേട്ടാ, ഇവിടെ നിന്ന് ഈ ബലൂണൊന്ന് വീർപ്പിച്ചു തരണം. ഇങ്ങുതാ. നന്നായി വീർത്താൽ താനീ കമ്പുകൊണ്ട് കുത്തി ബലൂൺ പൊട്ടിക്കണം. ഞാൻ അകത്തുണ്ടാവും. ഞാനാണ് ഇതിന് പിന്നിലെന്ന് അവന്മാരറിയണ്ട. സകലതും പുറത്തു ചാടി, പക്ഷെ ഒരുത്തനെ ബോധം കെട്ടുള്ളൂ. ബോധം കെട്ടത് ആനച്ചേട്ടനാ. ഇത്രയും മുള്ളമന്നുകളെ ഒരുമിച്ച് കണ്ടതിന്റെ ഷോക്കാ. അറിഞ്ഞോ, കണ്ണു കാണാത്ത ഒരു കടുവയെ കാട്ടിൽ കണ്ടെന്ന്. കണ്ണു കാണാത്ത കടുവയോ? എവിടെ? അതറിയില്ല. എന്നോട് ഇക്കാര്യം പറഞ്ഞത് കൊമ്പുപോയ ഒരു പോത്താ. കൊമ്പുപോയ പോത്തോ? അങ്ങനെ ഒരു പോത്ത് നമ്മുടെ കാട്ടിൽ ഇല്ലല്ലോ. ഇല്ല, അങ്ങേരെ ഈ കാട്ടിൽ പുതിയതായി വന്നയാളാ. ഞാൻ പരിചയപ്പെട്ടു. എങ്കിൽ കണ്ണു കാണാത്ത കടുവയും പുതിയതായി വന്നതാവും. കാട്ടിൽ പുതിയ കുറെ താമസക്കാർ വന്നിട്ടുണ്ടെന്ന് ഞാനും കേട്ടു. കണ്ണു കാണാത്ത കടുവ എവിടെയുണ്ട്? അതേ എനിക്കറിയില്ല. കൊമ്പുപോയ പോത്തിനോട് ചോദിക്കണം. ഷേടാ, കൊമ്പുപോയ പോത്ത് എവിടെയുണ്ട്? മുക്കൻ കുന്നിലുണ്ട്. കൊമ്പ് കാണാത്ത കടുവ എങ്ങനെയാണവോ ജീവിക്കുന്നത്? കൊമ്പ് കാണാത്ത കടുവ എന്നല്ലടോ, കണ്ണ് കാണാത്ത കടുവ. സൂത്ര, നമുക്ക് ഒന്ന് പോയി നോക്കിയാലോ? എന്തായാലും ഒരു കടുവയല്ലേ, താനൊന്ന് സഹായിക്കുന്നത് നല്ലതാ. ശരിയാ, പക്ഷെ സഹായിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? കണ്ണു കാണാത്തവർക്ക് കുത്തി നടക്കാൻ ഒരു പടി കൊടുക്കുന്നത് നല്ലതാ. ഇത് മതി. നടക്കുമ്പോൾ മുള്ളിൽ ചവിട്ടാതിരിക്കാൻ കാൽ പൊതിയുന്നത് നല്ലതാ. കാൽ പൊതിയാൻ ഈ ഇല മതി. കെട്ടാൻ വള്ളി വേണം. ഇനി കൊമ്പുപോയ പോത്തിനെ കാണാം. മുക്കം കുന്നിലല്ലേ? കൊമ്പുപോയ പോത്ത് പോയിട്ടുണ്ടാവുമോ? പുതിയതായി കൊമ്പുപോയ അല്ല, പുതിയതായി കാട്ടിൽ വന്ന ആളല്ലേ? അതെ. കണ്ണു കാണാത്ത കടുവയെ കണ്ടെന്ന് പറഞ്ഞത് ചേട്ടനല്ലേ? അതെ. ആ കടുവയെ ഒന്ന് കാണണമല്ലോ. അപ്പോ തനിക്കും കണ്ണു കാണില്ലേ? അതെന്താ? തന്റെ പിന്നാലെ നടക്കുന്ന ഈ കടുവയെ പറ്റിയാ ഞാൻ പറഞ്ഞത്. ഒത്ത തടിയും ആരോഗ്യമുള്ള ഒരു കടുവ ഒരു പീക്കിരി കുറുക്കന്റെ പിന്നാലെ നടക്കണമെങ്കിൽ അത് കടുവയ്ക്ക് കാഴ്ചയിലായിട്ടാണെന്നാ ഞാൻ വിചാരിച്ചത്. സൂത്ര, നിന്നെ ഞാനൊന്ന് കാണാനിരിക്കുകയായിരുന്നു. ഇന്നലെ ആ കോഴി തിന്നാൻ വന്നപ്പോ നീ എന്നെ കൂട്ടാതെ ഓടിയല്ലേ? നീയല്ല ആദ്യം ഓടിയത്. അല്ല, നീയാ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ശരിക്കുള്ള സൂത്രനും ശരിയും വലിയ കൂട്ടുകാരാ. വേഗം രണ്ടുപേരും കൂട്ടുകൂടാ. പറ്റൂല. നമുക്കിത് വേണം. ഏതോ കുറുക്കന്റെയും കടുവയും കഥ കേട്ട ആ പേര് സ്വന്തം പിള്ളേർക്ക് ഇട്ടത് നീയല്ലേ? സൂത്രൻ എന്ന പേരിട്ടപ്പോഴേ എനിക്കറിയാമായിരുന്നു ഇവൻ തരികിടയാകുമെന്ന്. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിള്ളേരുടെ വഴക്ക് തീർക്കാൻ നോക്കാം. എന്നെ കൊണ്ട് വയ്യ. വഴക്ക് തീർത്ത് ഞാൻ മടുത്തു. ഒരു കാര്യം ചെയ്യാം. ഇവരുടെ വഴക്ക് സ്ഥിരമായിട്ട് തീർക്കാൻ ഒരാളെ ഏർപ്പാടാക്കാം. ആരെ? ഒരു പാർട്ടിയുണ്ട്, പഴയൊരു മാഷ. മൂപ്പര് പിള്ളേരെ ഉപദേശിച്ച് ശരിയാക്കിക്കോളും. അത് മതി. കുറെ കാലമായല്ലോ തന്നെ കണ്ടിട്ട്.
നമ്മുടെ സൂത്രനെയും ശരുവിനെയും ഒന്ന് അടുപ്പിക്കണം. ഇനി ഒരിക്കലും അവരെ വിട്ട പിരിയരുത്. അതിന് എട്ടുകാലി മാഷ സഹായം വേണം. താൻ ധൈര്യമായിട്ട് പൊക്കോ, ഞാൻ ഏറ്റു. മാഷ എല്ലാം ശരിയാക്കി തരാമെന്ന്. രക്ഷപ്പെട്ടു. എല്ലാം പുഴുമുത്തപ്പന്റെ അനുഗ്രഹം. എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. അവരിനി പിരിയില്ല, ഒരുമിച്ചേ നടക്കൂ. ഹോ, മാഷ എപ്പോ പണി പറ്റിച്ചു. കടിക്കും ഞാൻ, നിൽക്കും ഞാൻ. മാഷെ എല്ലാം ശരിയാക്കിയെന്ന് പറഞ്ഞിട്ട് ദേ ഇവര് പിന്നെയും തുടങ്ങി. ഇവരേതാ? ഞാൻ പറഞ്ഞത് ശരിക്കുള്ള സൂത്രന്റെയും ശരുവിന്റെയും കാര്യമാ. സൂത്ര ആരാ നമ്മളെ കെട്ടിയിട്ടത്? ഒന്ന് ഉറങ്ങിയപ്പോഴേക്കും എട്ടുകാലി വന്ന് വല കെട്ടി. ഒരിക്കൽ സൂത്രൻ കാട്ടിലൂടെ നടക്കുമ്പോൾ ശരു അങ്ങോട്ട് വരുന്നു. എന്താടോ, എന്താ താൻ വിറയ്ക്കുന്നത്? അത് കാര്യം പറയടോ. ഞാനൊരു പേടി സ്വപ്നം കണ്ടു. ആഹാ, അത്രേ ഉള്ളൂ? ചത്തുപോയ എന്റെ അപ്പൂപ്പൻ സ്വപ്നത്തിൽ വന്നു. ചാവുന്നതിന് മുമ്പ് കണ്ടതുപോലെയല്ല. ഇപ്പൊ അപ്പൂപ്പനെ കണ്ടാൽ പേടിച്ചു പോകും. ഇത്രയും പോന്ന പല്ല്, ഇത്രയും നീണ്ട നാക്ക്. സ്വപ്നത്തിൽ അപ്പൂപ്പൻ പറഞ്ഞു ഇന്ന് നേരിട്ട് വരുമെന്ന്. വരുമ്പോൾ മരോട്ടിക്കായ പുഴുങ്ങിയത് തിന്നാൻ കൊടുക്കണമെന്ന്. സ്വപ്നം കണ്ട നെട്ടി ഉണർന്ന ഞാൻ പിന്നെ ഉറങ്ങിയിട്ടില്ലാടോ. ഇന്ന് രാവിലെ ആയപ്പോ പനിയും തുടങ്ങി. താനൊന്ന് സമാധാനിക്കടോ, സ്വപ്നമല്ലേ. ആദ്യം ഈ പേടിയൊന്ന് മാറട്ടെ, എന്നിട്ട് സമാധാനിക്കാം. വല്ലാത്ത ടെൻഷനാ. കണ്ണിൽ ആരോ ഇരുട്ട് കുത്തി കയറ്റിയതുപോലെ തോന്നുന്നു. എനിക്ക് തീരെ വയ്യ. പാവം ശരു വല്ലാതെ പേടിച്ചു. അതാ പനി പിടിച്ചത്. സ്വപ്നം കണ്ട് ഷോക്കായതാ. സാരമില്ല, മരുന്ന് തരാം. ഇത് 2 നേരം കഴിച്ചാൽ മനസ്സിന് സമാധാനം കിട്ടും, പനിയും മാറും. ശരു, താൻ ഈ മരുന്ന് കഴിക്കാൻ സമാധാനം കിട്ടും. എനിക്ക് സമാധാനം കിട്ടി സൂത്ര. ഇത്ര പെട്ടെന്നോ? എങ്ങനെ? മരോട്ടിക്കായ കിട്ടുമോന്നായിരുന്നു ടെൻഷൻ. അത് കിട്ടി. ഇനി അപ്പൂപ്പൻ വന്നാലും കുഴപ്പമില്ല. പുതിയൊരാൾ വന്നതല്ലേ, ആദ്യം കടീനോട് തന്നെ കാര്യം പറയാം. മൂപ്പർക്ക് സന്തോഷമാവും. പുതിയ ഒരാളെ കൊണ്ടുവന്നത് നമ്മളാണെന്നും തട്ടിവിടാം. എവിടെന്നോ വഴിതെറ്റി വന്നതാണെന്നൊന്നും ആരും അറിയില്ല. വേറൊരു കാട്ടിൽ നിന്നാ വന്നത്. ചേട്ടനെ പരിചയപ്പെടുത്താൻ ഞങ്ങൾ പ്രത്യേകമായിട്ട് കൊണ്ടുവന്നതാ. കടിയൻ ചേട്ടനെ പരിചയപ്പെടാഞ്ഞിട്ട് അങ്ങേർക്ക് വല്ലാത്ത ശ്വാസമുട്ടലാ. എത്രയും പെട്ടെന്ന് പരിചയപ്പെടണമെന്ന് പറഞ്ഞ് കരഞ്ഞ് മതി നിർത്ത. പരിചയപ്പെട്ട് കളയാം. ആളെവിടെ? ഞങ്ങളുടെ ഗുഹയിൽ ഇരുത്തിയിട്ടുണ്ട്. ഇപ്പൊ കൊണ്ടുവരാ. അറിഞ്ഞോ, കടിയനെ പരിചയപ്പെടുത്താൻ സൂത്രൻ ആരെയോ കൊണ്ടുവന്നിട്ടുണ്ട്. അവനെ ഞാൻ കണ്ടു. അയ്യോ, അത് പറഞ്ഞപ്പോൾ എന്താ മുഖത്തൊരു പേടി? നമ്മുടെ കാട്ടിലുള്ളവരൊക്കെ എത്ര മര്യാദക്കാരാണെന്ന് ആ മറുകാടനെ കണ്ടപ്പോഴാ മനസ്സിലായത്. ഇത്ര ക്രൂരത ഞാൻ നമ്മുടെ കാട്ടിൽ കണ്ടിട്ടില്ല. മറ്റു കാട്ടിലൊക്കെ അങ്ങനെ ആയിരിക്കും. തിരിച്ചു പറ ചേട്ടാ, കൊച്ചു കുട്ടികളെ വിഴുങ്ങുന്നവനെ പറ്റി താനെന്ത് പറയുന്നു? ആ കുഞ്ഞും മോശക്കാരനല്ല. തിന്നവന്റെ വയറ് മാന്തി പൊളിച്ച് അവൻ പുറത്തു വരാൻ നോക്കി. പക്ഷെ തിന്നവൻ വിട്ടുകൊടുക്കുമോ? ശരീരമൊക്കെ കീറിയെങ്കിലും കുഞ്ഞിനെ അവൻ വിട്ടിട്ടില്ല. സത്യമാണോ താനീ പറയുന്നത്? അതെ ചേട്ടാ, ആ ഭയങ്കരനെ നേരിട്ട് കണ്ട ഒരാളെ എന്നോട് നേരിട്ട് പറഞ്ഞതാ. ഇത്രയും ക്രൂരനായ ഒരാളെ ചേട്ടന് പരിചയപ്പെടുത്തുന്നത് എന്തിനാണെന്നാ മനസ്സിലാവാത്തത്. പരിചയപ്പെടുത്താനല്ല കൊണ്ടുവരുന്നത് എന്നാ എന്റെ തോന്നൽ. ക്രൂരന്മാരായ മറുനാടന്മാർ ആദ്യം വന്ന് പരിചയപ്പെടും, പിന്നെ നമ്മളെ തോൽപ്പിച്ച അടിമകളാക്കും. മുമ്പും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ചേട്ടനെ അടിമയാക്കാൻ ആ സൂത്രനും കൂട്ടു നിൽക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ. ചേട്ടാ, ആളെത്തി. ഏട്ടാ, ഞാൻ അടിമയാകുന്നത് നിനക്കൊക്കെ കാണണമല്ലേ? കണ്ടോ, വയറ് മാന്തി പൊളിച്ചിട്ടും ദുഷ്ടൻ ആ കുഞ്ഞിനെ വെറുതെ വിട്ടിട്ടില്ല. എന്തൊരു തല്ല്! ഇത്രയും ക്രൂരത നമ്മുടെ കാട്ടിലൊന്നും കണ്ടിട്ടില്ല. നമുക്ക് വേഗം സ്ഥലം വിടാം മോനെ. ശരു, താൻ വന്നത് നന്നായി. എന്റെ അമ്മാവന്റെ മോൻ വന്നിട്ടുണ്ട്. ഏതമ്മാവന്റെ ഏത് മോൻ? ഏതോ അമ്മാവന്റെ ഏതോ മോൻ. എനിക്ക് കുറെ അമ്മാവന്മാരുണ്ടോ. ഇവനാണെങ്കിൽ മഹാവികൃതിയാ. അത് പിന്നെ ഏതമ്മാവന്റെ മോനാണെങ്കിലും അങ്ങനെയാ. പോകുന്നു ചടുകുടു. നില്ലടാ അവിടെ. നിന്നോടല്ലേ പറഞ്ഞത് ഗുഹയ്ക്ക് പുറത്ത് പോകരുതെന്ന്? പുറത്ത് പോയില്ലല്ലോ. പുറമെന്ന് പറഞ്ഞാൽ മൂതകത്തല്ലേ. ഞാൻ ഗുഹയുടെ മൂതകിൽ കയറിയിട്ടില്ല. അത് ശരിയാ. ഇതാ ഇവന്റെ കുഴപ്പം. എന്തിനും കാണും ഉത്തരം മുട്ടിക്കുന്ന ഒരു ന്യായം. തന്റെ ഉത്തരം മുട്ടിയോ? താൻ കുറച്ചു നേരത്തേക്ക് ഇവന് കാവലിരിക്കാമോ? അയ്യോ, എനിക്ക് പുരയെ കുളിക്കണം. സൂര്യൻ ഉദിച്ചാൽ കുളിക്കണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അതിനിപ്പോ നട്ടുച്ചയായി. അത് ശരിയാ. മിണ്ടരുത്. വന്നിരിക്കുന്ന ഒരു ന്യായക്കാരൻ. ഞാൻ പറഞ്ഞു വന്നത് ഇവൻ ഓടിപ്പോകാതെ നോക്കണം. അതെങ്ങനെ നോക്കും? ഐഡിയ. ഒരു വള്ളിവേലി പോലെ കെട്ടി അതിനകത്ത് നിർത്താം. ഞാൻ വരുന്നത് വരെ ഈ വള്ളിക്ക് പുറത്തിറങ്ങരുത്. മനസ്സിലായോ? ആയി. അവൻ ഇനി അതിന് വേറെ ന്യായമൊന്നും കിട്ടില്ല.
കയറിൽ കെട്ടി. എടോ അവിടെ എന്തോ അനക്കം, ചാടിപ്പിടി. മുയലുണ്ടായിരുന്നോ? കളഞ്ഞു. തന്നോട് പറഞ്ഞതല്ല ചാടി പിടിക്കാൻ. അത് അതിനകത്ത് വല്ല പാമ്പ് കൊണ്ടുവന്ന് നോക്കിയതാ. മണ്ണാൻ കട്ട. എടോ ഒറ്റ ചാട്ടത്തിന് പിടിച്ചില്ലെങ്കിൽ ഈ വക പണിക്കൊന്നും പോയിട്ട് കാര്യമില്ല. ഒരു കാര്യം ചെയ്യ, താൻ ആ കുട്ടിക്കാട്ടിലേക്ക് ചുമ്മാ ഓടിച്ചെന്ന് ഒന്ന് ചാട കാണട്ടെ, ഒരു പ്രാക്ടീസ് ആവട്ടെ. ഇത് മുള്ളുണ്ടാവാൻ ചാൻസ് ഉണ്ട്, അത് പേടിച്ചിട്ടാ. തന്റെ പേടി മാറ്റാൻ ഈ പ്രാക്ടീസ് ഒന്നും പോരാ. മനസ്സ് നല്ല കട്ടിയാകണം. ഒന്നുമില്ലെങ്കിലും താനൊരു കടുവയല്ലേടോ? അതെ, ഒന്നുമില്ലെങ്കിലും കടുവയാ. പ്രാക്ടീസിന് വേണ്ടി മാത്രം ഒരു ഡമ്മി കുട്ടിക്കാടുണ്ടാക്കണം. ഗുഹയുടെ അടുത്ത് മതി. ഇല, പുല്ല്, വള്ളി ഇതൊക്കെ ചേർത്ത കാടുണ്ടാക്കാം. പക്ഷെ മനസ്സ് കട്ടിയാകാൻ അതിനെ താൻ തന്നെ വിചാരിക്കണം. കട്ടിയാകണം എന്ന് ഉരുവിട്ട മനസ്സിൽ ഉറപ്പിക്കണം. കട്ടിയാകണം. കുട്ടിക്കാടുണ്ടാക്കാൻ സഹായത്തിന് ആരെങ്കിലും വിളിച്ചോ. കട്ടിയാകണം. കുട്ടിക്കാട് ഇതാ അവിടെ റെഡിയാക്കിക്കോ. കട്ടിയാകണം. കുട്ടിക്കാട് പണി തീരുമ്പോൾ താൻ തന്നെ ചാടി ഉദ്ഘാടനം ചെയ്യണം. നോക്കി പഠിച്ചോ. ആവുന്നത്ര വേഗത്തിൽ ഓടിച്ചെന്ന് ഒട്ടും സംശയിക്കാതെ ഒറ്റ ചാട്ടം. എന്താടാ ഇത്? അകത്ത് കല്ലോ? കുട്ടിക്കാട് പണിയുമ്പോ ചേട്ടനല്ലേ പറഞ്ഞോണ്ടിരുന്നത് കട്ടിയാകണമെന്ന്. മടുത്തു ശരു, മടുത്തു. ഞാൻ ഈ കാട് വിട്ടു പോകുകയാ. എന്തു പറ്റി സൂത്ര? ആ ആനച്ചേട്ടൻ ഇന്നും എന്നെ എടുത്തിട്ട് പെരുമാറി. ഞാൻ എറിഞ്ഞ ഒരു കല്ല് മൂപ്പരുടെ കണ്ണിൽ കൊണ്ടു, അത്രയുള്ളൂ. അതിനെ എന്നെ ഇട്ട് ഇടിച്ചത്. സമാധാനമായിട്ട് ഒരു കല്ലെറിയാൻ പറ്റാത്ത ഈ കാട് എനിക്ക് വേണ്ട. ഞാൻ കാട് വിടുകയാ. പാവം, സൂത്രനെ തടയാൻ എന്താ ഒരു വഴി? ആ വഴിയുണ്ട്. സൂത്ര, ആനച്ചേട്ടനാന്ന് വിചാരിച്ച ആ പാറക്കിട്ട് ഒരു ഏറ് കൊട്, മനസ്സൊന്ന് തണുക്കട്ടെ. അത് നല്ല സൂത്രമാ. ആരാണ് എറിഞ്ഞത്? നീ പിന്നെയും. ആനച്ചേട്ടൻ. ഞാൻ കാട് വിടും, ഉറപ്പാ. താനിങ്ങനെ നിരാശപ്പെടാതെ സൂത്ര, വാ വഴിയുണ്ടാക്കാം. കല്ലെറിയാനാണെങ്കിൽ ഈ പുഴയിലേക്ക് എറിഞ്ഞാ പോരെ? ആനച്ചേട്ടൻ എന്താ അവിടെ നിന്ന് കുളിക്കുകയാണെന്നങ്ങ് വിചാരിച്ചാ മതി. എടാ, നിനക്ക് ഇത്രയും ധൈര്യമോ? അങ്ങേരെ ഇതിനകത്തുണ്ടായിരുന്നു. എന്റെ അപ്പൂപ്പ. രണ്ടബദ്ധമൊക്കെ ആർക്കും പറ്റും സൂത്ര. ഇത്തവണ കുഴപ്പം പറ്റരുത്. താൻ ഈ പാലക്കല്ലിനിട്ട രണ്ട് തൊഴിച്ചോ. ആനച്ചേട്ടനാണെന്ന് വിചാരിച്ചാ മതി. ഹമ്പടാ, എന്റെ കാട്ടുമുത്തപ്പ. ശരു, ഞാൻ കാട് വിടണ്ടാന്ന് തീരുമാനിച്ചു. അതെന്താ? ആനച്ചേട്ടൻ കാട് വിട്ടു. പറ, മൂക്കുമുട്ടയെ തിന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അല്ല, വയറ് നിറയെ തിന്നു. ഇതുപോലെ പല പ്രയോഗങ്ങളുണ്ട്, അത് പഠിക്കണം. കയ്യും കണക്കുമില്ലാതെ എന്താ അർത്ഥം? കണക്ക് പഠിക്കാത്ത പാമ്പ്. പാമ്പോ? പാമ്പിന്റെ കാര്യം ആര് പറഞ്ഞു? പാമ്പിനെ കൈയില്ലല്ലോ. കണക്ക് പഠിക്കാത്തത് കൊണ്ട് കണക്കുമില്ല. അതൊന്നുമല്ല, കയ്യും കണക്കുമില്ലാതെ എന്ന് പറഞ്ഞാൽ വളരെയേറെ എന്നർത്ഥം. നിങ്ങൾ എന്താ അകലെ നിൽക്കുന്നത്? ഇവിടെ വന്ന് ഇരുന്നോളൂ. കുട്ടികൾക്ക് നിങ്ങളും എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ നല്ലതാ. കുട്ടികളെ, ഇതാണ് ബുദ്ധിമാനായ സൂത്രനും ശേരുവും. സൂത്രനാ ബുദ്ധിമാൻ, ഞാൻ സാധാ മാനാ. ഇനി അടുത്ത ചോദ്യം. കല്ല് വെച്ച നുണ എന്ന് പറഞ്ഞാൽ എന്താ? കല്ല് എവിടെയെങ്കിലും വെക്കാതെ വെച്ചു എന്ന് നുണ പറയുന്നത്. തെറ്റ്. വലിയ നുണ എന്ന അർത്ഥം. വലിയ കല്ല് വെക്കുന്ന നുണയാണോ സൂത്ര? താനൊന്നും മിണ്ടാതിരി. ഇതുപോലെ വേറെ പ്രയോഗങ്ങളുണ്ട്. വയ്യാവേലി, പുലിവാല്. ഇതിന്റെയൊക്കെ അർത്ഥം അറിയാമോ? വയ്യാത്ത വേലിയിൽ ചാരി നിൽക്കുന്നത് വയ്യാവേലി. മണ്ണം കട്ട. ഇത്രയും ഞാൻ ക്ഷമിച്ചു. ഇനി പറ്റില്ല. കളിയും തമാശയും ഒക്കെ കഴിഞ്ഞു. പഠിക്കാൻ വന്നാൽ പഠിക്കണം, ഇല്ലെങ്കിൽ നിർത്തിപ്പോടാ. ഇന്നെനിക്ക് രണ്ടിലൊന്ന് അറിയണം. ഞാൻ പഠിപ്പിക്കുന്ന പിള്ളേരെ ഇത്രയും മണ്ടന്മാരായാൽ എനിക്കാ മോശം. സൂത്ര, വയ്യാവേലി എന്ന് പറഞ്ഞാൽ എന്താ? എന്ന് വെച്ചാൽ നമ്മളെ കുഴപ്പിക്കുന്ന കാര്യം. മാഷേ, ഞാൻ പറയട്ടെ. വയ്യാവേലി നമ്മളെ കുഴപ്പിക്കുന്ന കാര്യം. വളരെ ശരി. കേട്ടോടാ, കേട്ട് പഠിക്ക്. എങ്കിൽ പുലിവാലിന്റെ അർത്ഥം കൂടി പറഞ്ഞു